ഇവിടുത്തെ ഒരു വീട് നോക്കുകയാണെങ്കിൽ എന്താ ഭംഗിന്നറിയോ. നമ്മളിപ്പോൾ ഇതാ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എൻട്രി എടുത്തിട്ടില്ല, എന്നാലും താമസിച്ച് അവിടെ നമ്മളുണ്ട് പോകുന്നത്. ഇനി ഇവിടുന്ന് എൻട്രിയും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് കാരണം മച്ചാ നമ്മളെ ബാക്കിലാണ്. ശ്രദ്ധ തെറ്റിയാണ്ട് ഒരു പോകാൻ സാധ്യതയുണ്ട്. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ മുഗൾ റോഡിലാണ്. നമ്മൾ ഇന്നലെ ഇതിനെ കുറച്ച് ടോപ്പിൽ ടെൻറ്റ് അടിച്ചു. ഇപ്പോൾ നമ്മൾ കുറച്ച് താഴേക്ക് വന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് ഗുൽമാർഗ് സോനാമാർഗ് ആ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചകളുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളിതാ കുക്കിങ്ങിൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചാൽ കുക്കിംഗ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടില്ല. ഏകദേശം നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കഴിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് സീറ്റും കാര്യങ്ങളൊക്കെ നിറച്ച് ചളിയും പൊടിയായിട്ട് കിടക്കുകയായിരുന്നു. നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വൈബ് സ്പോട്ടാട്ടോ അവിടെ. ചായ കൂടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് ഇവിടുന്ന്. ഇനി ഇവിടുന്ന് കുറച്ചാണ് ഷൂട്ട് ചെയ്യില്ല, കാരണം നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ട സ്ഥലങ്ങളാണ്. ഞാനിങ്ങനെ ഇവിടുന്ന് ഗുൽമാർഗ് സോനമാർഗ് പോകുന്ന റൂട്ടിൽ നമ്മളെ വണ്ടി വന്ന് നിർത്തി. ആദിൽ എന്നാണ് പേര്. അപ്പോൾ ഓരെന്നോട് വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ മച്ചാൻ നമ്മളെ ഫ്രണ്ട് പോയിക്കണം, അവനോടെ എനിക്കറിയില്ല. പിന്നെ ഓനിട്ടാണ്ട് ഞാൻ പോകണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാണ്. ബൈക്ക് എന്നാ ആ സാർ. കുറേ നേരം ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. പക്ഷേ ഇനി ഞാൻ മച്ചാനും വരെ ഫ്രണ്ട് പോയിട്ട് കാത്തിക്കാനാണ് കാരണം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകണം ശരിയല്ല വെച്ചിട്ട് ഞാൻ എൻ്റെ കൂടെ വേറെ ആളുടെ ഫ്രണ്ടിലാന്ന് പറഞ്ഞാണ്. അഭി ഗുൽമാർഗ് സോനാമാർഗ്. ഓക്കെ ഓ വെയിറ്റിംഗ്. സംഭവം എനിക്ക് ഫുഡ് കഴിക്കാനല്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇവിടുത്തെ ഒരു ജീവിതം ഓരോ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. ഞാനവിടെ ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ക്യാമറ ഓഫാക്കിയത്. എനിക്ക് പോകണമെന്നുണ്ട് അവരുടെ വീട്ടിലേക്ക്. അവർ ഫുഡ് കഴിക്കാന്നുള്ളതല്ല, അവരുടെ ജീവിതം അവരതൊക്കെ ഒന്ന് കാണാന്നുള്ള ഇതിൽ. പക്ഷെ നമ്മളെ മച്ചാനും നമ്മളെ സിറാനും കൂടി കുറേ ഫ്രണ്ടിലാണ്ട് പോയി ഓര് നമ്മളെ കാത്തിട്ട് പോകും. ഞാൻ ഓരോ കൂട്ടാത്ത പോകണത് ശരിയല്ലല്ലോ. അവർക്ക് ഈ റൂട്ടിലാണ് പോയത്, ഹൈവേ കൂടിയാണ് പോയത്, നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ മുന്നോട്ട് വന്ന് പുൽവാമ എന്ന് പറഞ്ഞ ടൗൺ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. മുന്നേ ഇവിടെ ഭീകരാക്രമണമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞ് ഗുൽമാർഗിലേക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളത്. ഗുൽമാർഗിലേക്കുള്ള വഴി അടിപൊളി വഴി കേട്ടോ. സ്കൂട്ടർ ഇട്ടൊരു ടീമുണ്ടല്ലോ, ഇവിടുന്ന് തന്നാണോ. ഗുൽമാർഗിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ സൂപ്പർ വഴിയാണ്. നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയും നല്ല തണലും തണുപ്പും എല്ലാം കൂടിയുള്ള ഒരു വഴിയാണ് ഗുൽമാർഗിലേക്കുള്ളത്. ഒരു കൂട്ടം കുതിരകൾ തരണം, ആളെ നേരക്ക് വരുമെന്ന് തോന്നുന്നു. റോഡൊക്കെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. റോഡും പരിസരം എല്ലാം നല്ല വൃത്തിയാണ് ഇവിടെ. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനെ കിട്ടും ഇവിടുന്ന്. നമ്മളിപ്പോൾ ഗുൽമാർഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുൽമാർഗിൻ്റെ ഉള്ളിലാണ്. ഇവിടെ പല സ്ഥലങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. റൈഡ് ഇട്ടണില്ല. ഇവിടെയൊക്കെ മുകൾക്ക് പോയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയി നോക്കുകയാണ്. സൂര്യൻ നല്ല രീതിയിൽ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇവിടുത്തെ ഭംഗിയും സൂര്യനെ കൊണ്ട് കിട്ടണില്ല കേട്ടോ.
ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങൾ പോയതുകൊണ്ടാണ് ഗുൽമാർഗ് എനിക്കൊരു നേക്ക് കിട്ടില്ല. സംഭവം കാണാനുള്ള ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ ആർമി ക്യാമ്പ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറേ കുതിരകൾ, ഇതൊക്കെ തന്നെ ഇവിടെ കാര്യമായിട്ടുള്ളത്. പിന്നെ പ്രകൃതി ഇങ്ങനെ ഇവിടെ വെറുതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കണം. പക്ഷെ ഒരുപാട് കറങ്ങി കാണാനിട്ട് ഇവിടെ ഈ ഇതേമാർക്കുള്ള ഈ പച്ചപ്പും ഈ മരങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് കണ്ടുകൊണ്ടാണെന്നാവും. പിന്നെ നമുക്ക് ചില സ്ഥലത്ത് കണ്ട് ക്യാമറ ഇരിച്ചാൽ അവിടെ ആർമി ക്യാമ്പ്, അപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വന്നിട്ട് ഒരു മുട്ടക്കൊന്നെങ്കിലും കയറാതെ പോകണം, മോശമല്ലേ? കയറി വെക്കുക. ഇവിടെ ഇങ്ങനെ കുതിര സവാരി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി കാണണം. അത് അവർക്ക് രണ്ടാൾക്കും താല്പര്യമില്ല കുതിര സവാരി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണോ ശരിയല്ലല്ലോ. നോക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ കുതിരപ്പുറത്തൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമുണ്ട്. കാരണം നല്ല നല്ല സ്ഥലത്ത് കൂടിയാണ് കുതിര പോണത്. ശരീരം ഇളകാഞ്ഞിട്ട് ചെറിയ കയറ്റം കയറുമ്പോഴത്തേന് ഭയങ്കര കിതപ്പ്. ഇവിടുത്തെ ഒരു വീട് നോക്കുകയാണെങ്കിൽ എന്താ ഭംഗിന്നറിയോ. അതിൻ്റെ ഫ്രെയിമാണ് അതിലേറെ അടിപൊളി. വീടിൻ്റെ ഒക്കെ ഭംഗി നോക്കുകയാണ്. ഇതിനൊക്കെ ഭംഗി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. നോക്കണേ എന്താ രസം. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സമയം എടുത്ത് ഇങ്ങനെ കുറേ കറങ്ങണം. ഇവിടുന്ന് ഇങ്ങനെ മുകൾക്കൊക്കെ ഇങ്ങനെ കാട് പോലുള്ള സ്ഥലങ്ങളാട്ടാ, അടിപൊളി സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയാൽ കാണിട്ടു, പക്ഷെ ആളൊന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകണം. ഇവിടെ ടെൻ്റ് അടിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ ശ്രീനഗറിൽ നമ്മൾ മുന്നേ താമസിച്ച ദാൽ ലേക്കിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ നാളെ സോനമാർഗ്, ദ്രാസ്, കാർഗിൽ, അങ്ങനെ ലഡാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.